കാസ്പിയൻ കടലിൽ ഇറാൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മറുപടിയില്ലാതെ പോകാനാവില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗചി. യുക്രൈന്റെ നടപടിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കുറ്റപ്പെടുത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി തിരിച്ചടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇറാൻ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ് എന്ന ആശങ്ക ഉയരുകയാണ്. അതേസമയം ഹോർമോസ് കടലിടുക്കിൽ മൈനിൽ തട്ടി എണ്ണ ടാങ്കർ തകർന്നു. ഇറാൻ നിശ്ചയിച്ചത് നൽകിയ പാത വിട്ട് സഞ്ചരിച്ച കപ്പലാണ് തകർന്നത് എന്നാണ് ഇറാനിലെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. ചെങ്കടലിൽ 2 സൗദി എണ്ണ ടാങ്കറുകൾക്കെതിരെ വീണ്ടും ഹൂതി വിമതരെന്ന് കരുതുന്നവരുടെ ആക്രമണം ഉണ്ടായി എന്നും വാർത്ത വരുന്നു. അതേസമയം വെടിനിർത്തൽ തുടരുന്നിടത്തോളം തങ്ങളും സമാധാനം പാലിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. 13 ദിവസം നീണ്ട വ്യോമാക്രമണം നിർത്തിവെക്കുന്നതായി പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. നയതന്ത്ര ശ്രമങ്ങൾക്കായാണ് വെടിനിർത്തലാണെന്നാണ് നിലപാട്. എന്നാൽ മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലപാടിൽ ശുഭാപ്തി വിശ്വാസമില്ലെന്ന് ഇറാൻ അറിയിച്ചു. ന്റെ മിസൈൽ ശേഖരം അതിവേഗം കുറഞ്ഞു വരികയാണ് എന്ന ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നിലെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. ഇറാനുമായുള്ള യുദ്ധം കൂടുതൽ തീവ്രമാക്കുന്നതിനെ കുറിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും ആശങ്ക പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട്. പ്രസിഡന്റ് ട്രംപ് വീണ്ടും സൈനിക നടപടികളെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് ഇവർ ഈ മുന്നറിയിപ്പ് നൽകിയത്. ഇതിനു പിന്നാലെയാണ് പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് എന്നാണ് വിവരം. മാത്രവുമല്ല, വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് വാൻസും കെയ്നും യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 2 ആഴ്ചയോളം നീണ്ടുനിന്ന തുടർച്ചയായ ബോംബാക്രമണങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച രാത്രിയോടെ ആക്രമണങ്ങൾ നിർത്തിവച്ചിട്ടുണ്ട്. സൈനിക നടപടികൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണെന്ന് പ്രതിരോധ വകുപ്പ് വൃത്തങ്ങൾ ശനിയാഴ്ച അറിയിച്ചിരുന്നു. ന്റെ പക്കലുള്ള വെടിക്കോപ്പുകളുടെ ശേഖരത്തെക്കുറിച്ചും യുദ്ധവശലായാൽ ഉണ്ടാവുന്ന മറ്റ് ദോഷകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ജനറൽ കെയ്ൻ ട്രംപിനോട് പ്രത്യേകം സംസാരിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലഭ്യമായ സൈനിക മാർഗങ്ങൾ ഉപയോഗിച്ച് വിജയം കൈവരിക്കാൻ സൈന്യത്തിന് സാധിക്കുമെങ്കിലും അതിന്റെ അനന്തരഫലങ്ങൾ ഗൗരവകരമായിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെടിക്കോപ്പുകളുടെ കുറവിനെ കുറിച്ചുള്ള ആശങ്കയാണ് ട്രംപിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്. ഈ ആശങ്കകളാണോ അതോ മറ്റ് കാരണങ്ങളാണോ തുടർച്ചയായ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ നെ പ്രേരിപ്പിച്ചത് എന്ന് നിലവിൽ വ്യക്തമല്ല. പ്രസിഡന്റ് ട്രംപ് എപ്പോഴും നയതന്ത്രപരമായ പരിഹാരത്തിനാണ് മുൻഗണന നൽകുന്നത് എന്ന് വ്യക്തമാക്കാറുണ്ട്. എന്നാൽ ഹോർമോസ് കടലിടുക്കിലോ സഖ്യകക്ഷികൾക്കെതിരെയോ ഇറാൻ ഭീകരപ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ എല്ലാ സൈനിക നടപടികളും സ്വീകരിക്കാനുള്ള അധികാരം അദ്ദേഹം നിലനിർത്തും. വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ചുയിങ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത ശക്തമായ ഉപരോധങ്ങളും അവരുടെ ആവർത്തിച്ചുള്ള പ്രകോപനങ്ങൾക്കുമുള്ള മറുപടിയായി സൈനിക ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ 13 ദിവസം തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇറാൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നതാണ് ബുദ്ധി. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമോസ് കടലിടുക്കിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാന പാതയുടെ സുരക്ഷയെ ചൊല്ലിയുള്ള ആശങ്കകൾക്കിടയിലാണ് ഇപ്പോൾ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ക്യാബിനറ്റ് അംഗങ്ങളുമായും മുതിർന്ന ഉപദേശകരുമായും നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഉദ്യോഗസ്ഥർ ഇറാനുമായി സജീവമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും സൈന്യം അവരുടെ ബോംബാക്രമണം തുടരുന്നോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത കൂട്ടാനോ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. നിലവിലെ ചർച്ചകളിൽ ഇറാൻ കൂടുതൽ ഗൗരവം കാണിക്കുന്നതായി തോന്നുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ഈ ആഴ്ച ഇറാനെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് ട്രംപ് ആലോചിച്ചിരുന്നെങ്കിലും ചർച്ചകൾ തുടരാൻ അദ്ദേഹം തന്റെ പ്രതിനിധികൾക്ക് സ്വകാര്യമായ നിർദ്ദേശം നൽകുന്നു എന്നാണ് വിവരം. നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾക്ക് പരിമിതികളുണ്ടെന്ന യാഥാർത്ഥ്യം പ്രസിഡന്റ് തിരിച്ചറിയുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു. ട്രംപിന്റെ അടുത്ത വൃത്തങ്ങളിലോ പെന്റഗണിലോ ഉള്ള ചുരുക്കം ചിലർ മാത്രമേ സൈനിക നടപടികൾ അദ്ദേഹം ആഗ്രഹിച്ച ഫലം നൽകുമെന്ന് വിശ്വസിച്ചിരുന്നുള്ളൂ എന്നും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നീണ്ടു നിൽക്കുന്ന സൈനിക നടപടികൾ അമേരിക്കയുടെ ആയുധ ശേഖരത്തെ ബാധിക്കുമെന്ന് കെയ്നും മറ്റ് സൈനിക നേതാക്കളും ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ സൈന്യം ലോകത്തിലെ ഏറ്റവും ശക്തമാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്ന സമയത്തും സ്ഥലത്തും സൈനിക
നീക്കങ്ങൾ നടത്താൻ ആവശ്യമായതെല്ലാം ഞങ്ങളുടെ പക്കലുണ്ട്. ഞങ്ങളുടെ ജനങ്ങളെയും ഈ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനായി US സൈന്യത്തിന് ആഴത്തിലുള്ള ആയുധശേഖരമുണ്ടെന്ന് ഉറപ്പാക്കുമ്പോൾ തന്നെ വിവിധ കമാൻഡുകൾക്ക് കീഴിൽ നിരവധി വിജയകരമായ ദൗത്യങ്ങൾ തങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ചീഫ് പെന്റഗൺ വക്താവ് ഷോൺ പാർനെലിനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. യുദ്ധം കടുപ്പിക്കുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് വെള്ളിയാഴ്ച ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് അതിൽ വ്യതിയാനം ഉണ്ടായത്. ഗൾഫ് രാജ്യങ്ങൾ US ഭരണകൂട ഉദ്യോഗസ്ഥരുമായി അടുത്തിടെ നടത്തിയ സംഭാഷണങ്ങളിൽ ട്രംപിനോട് സംയമനം പാലിക്കാനാണ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങൾ. പക്ഷെ അപ്പോഴും ട്രംപ് ഏത് നിമിഷവും സൈന്യത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഏത് നിമിഷവും ഒരു അറ്റാക്ക് നടത്താൻ ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു മൂളൽ കിട്ടിയാൽ, ഒരു എസ് കിട്ടിയാൽ അതൊരു അറ്റാക്ക്, വലിയൊരു അറ്റാക്ക് നടത്തുമെന്ന കാര്യത്തിലും സംശയമില്ല.